നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഒരാഴ്ചയായി ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ട് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. ഒരു വിമർശനം തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിനു മുമ്പ് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഷെയറും ചെയ്യുക ഈ വീഡിയോ. കാരണം വിദ്യാഭ്യാസവും വിവരവുമുള്ള നമ്മുടെ പൊതുസമൂഹം എന്തിനും പ്രബുദ്ധരായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അറിയിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ സാഹചര്യത്തിൽ മുഖ്യ വിഷയം വേടൻ തന്നെയാണ്. വേടനെക്കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ ആയിരക്കണക്കിന് ആൾക്കാരാണ് ചർച്ച ചെയ്യുന്നത്. വേടൻ നല്ലതാണ്, വേടൻ ചീത്തയാണ്, വേടൻ്റെ കാര്യം നോക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അത് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഹൈന്ദവ മേലാളന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഇവിടുത്തെ ദലിത് ജനതകളെ അടിമകളാക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ സവർണനാണ്. ഈ സവർണാധിപത്യം അവരെ തലയ്ക്ക് പിടിച്ചിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി. കാരണം ഞാൻ മനുസ്മൃതിയിലെ 413 ഒരു ശ്ലോകം പറയുന്നത് ഇതാണ്: കൂലിയോ ഭക്ഷണമോ കൊടുത്ത് ഒരു ശൂദ്രനെ, ഇത് കൊടുത്തില്ലേലും ഒരു ശൂദ്രനെ ബ്രാഹ്മണൻ്റെ ദാസ്യപ്പണി ചെയ്യണമെന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. മനുസ്മൃതിയിലെ 113 അതിൻ്റെ തൊട്ട് താഴത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഈ മനുസ്മൃതിയിൽ തന്നെ പറയുക, ബ്രാഹ്മണൻ ഒരു ശൂദ്രനെ അടിമയല്ലെന്ന് പറഞ്ഞാൽ പോലും അവൻ ആ അടിമത്തത്തിൽ നിന്ന് കരകയറാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ആസ്പദമാക്കി നിങ്ങൾ ഇപ്പോൾ ഇത്രയും നാളും മറ്റ് ചാതുർവർണ്ണയത്തിന് പുറത്തുള്ള സമൂഹത്തോട് കാണിക്കുന്നത്. ഒരു ശൂദ്രന് മേൽജാതിക്കാരൻ്റെ കയ്യിൽ നിന്ന് അത്രയും പീഡനങ്ങൾ ഏറ്റുവാങ്ങാമെന്ന് വരികയില്ല. അപ്പോൾ ഇവിടുത്തെ ഈഴവൻ തൊട്ട് താഴെയോട്ടുള്ള പിന്നോക്കക്കാരൻ, അതുപോലെ താഴെയോട്ടുള്ള കീഴ്ജാതിക്കാർ എന്തുമാത്രം ദുരിതങ്ങൾ അനുഭവിച്ചു എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് ഞങ്ങളാരും പറഞ്ഞതല്ല, തെളിവ് സഹിതം അവരുടെ ഗ്രന്ഥത്തിൽ നിന്ന്, മനുസ്മൃതി എന്ന ഗ്രന്ഥത്തിൽ നിന്ന് B.R. അംബേദ്കർ ചുട്ടുകരിച്ച മനുസ്മൃതിയിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. ബഹുമാന്യ അംബേദ്കർ എന്തുകൊണ്ടാണ് ബുദ്ധമതം സ്വീകരിച്ചതെന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇത്രയും നീചവും നികൃഷ്ടമായ നിയമങ്ങൾ പേറി നടക്കുന്ന ചാതുർവർണ്ണീയ സമുദായത്തെ, അല്ലെങ്കിൽ ചാതുർവർണ്ണ ജാതി വ്യവസ്ഥയെ അംബേദ്കർ തീർച്ചയായിട്ടും എതിർത്തത് കൊണ്ട് തന്നെയാണ് ഈ ബുദ്ധമതം സ്വീകരിച്ചത്. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പ്രത്യേകം പറയാം. ഇവിടെ ജൈനമതം ഒരു മതമാണ്, ഹിന്ദുമതമല്ല. ബുദ്ധമതം അത് വേറിട്ട ഒരു മതമാണ്, അത് ഒരു മതമാണ്. ഹൈന്ദവർ അത് വേറൊരു മതമാണ്. ബുദ്ധമതത്തിന് അവൻ്റേതായ ഗ്രന്ഥങ്ങളുണ്ട്. അവൻ 1500 ഗ്രന്ഥങ്ങളൊന്നുമില്ല, ഒരു ഗ്രന്ഥമേ ഉള്ളൂ. ജൈനനും അതേപോലെ തന്നെ ഒരു ഗ്രന്ഥമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ക്രിസ്ത്യാനിക്ക് ലോകത്തെവിടെ ചെന്നാലും ഒരൊറ്റ ബൈബിളേ ഉള്ളൂ. ഭാഷാ വ്യത്യാസമനുസരിച്ച് ബൈബിളിന് ഭാഷയ്ക്ക് മാറ്റമുണ്ടെങ്കിലും ആദ്യം ആ ബൈബിൾ എങ്ങനെ തുടങ്ങുന്നു, ഇവിടെ കേരളത്തിൽ വായിച്ചാലും അമേരിക്കയിൽ ചെന്ന് വായിച്ചാലും ഇംഗ്ലണ്ടിൽ ചെന്ന് വായിച്ചാലും ആ ഒരൊറ്റ വാക്യമായിരിക്കും ജനം വായിക്കുന്നത്.
അവനവൻ്റെ ഭാഷയിൽ മനസ്സിലാകാൻ വേണ്ടി മാത്രം ആ ഭാഷ വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ആ ഗ്രന്ഥത്തിനകത്ത് ആ വിശ്വാസ സംഗീതയ്ക്കകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വാക്കും ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് ചെന്നാലും ഒന്ന് തന്നെയാണ്. അവൻ ആ ഒരു ഗ്രന്ഥമേ ഉണ്ട്. അതേപോലെ തന്നെ ഖുർആൻ, മുസ്ലിങ്ങളുടെ ഇസ്ലാം മത വിശ്വാസികളുടെ ഗ്രന്ഥം ഖുർആൻ. വേറെ പല ജാതികളൊക്കെ ഉണ്ട്. ഇത് ഹൈന്ദവരും ക്രിസ്തു മതത്തിലും ഒക്കെ പല ജാതികളൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം വായിക്കുന്ന ഒരൊറ്റ പുസ്തകമാണ്. നിങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞ് വന്ന് നിങ്ങൾ ഹൈന്ദവ മതത്തിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ബേസിക്കലായിട്ട് ഏത് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ ആരോട് നിങ്ങൾ മനുസ്മൃതി ആസ്പദമാക്കുമോ? കാരണം ഞാൻ മുമ്പേ പറഞ്ഞ വാചകങ്ങളൊക്കെ മനുസ്മൃതിയിൽ കിടക്കുന്നതാണ്. അത് ഇവിടുത്തെ പട്ടികജാതിക്കാരൻ അംഗീകരിക്കുമോ? ഇന്ന് ഈ സമയത്ത് പണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കുമായിരുന്നു. ഇന്ന് നിങ്ങളത് ഇവിടുത്തെ പട്ടികജാതിക്കാരൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ് അവൻ്റെ പുറത്ത് കയറി ഇത് ചെയ്യാവുന്ന ഒരു അവൻ അടിച്ച് നിൻ്റെയൊക്കെ അണ്ണാക്കി കൂടെ തരും. അത് 100% ഉറപ്പാണ്. നീയൊക്കെ ചാനൽ ചർച്ചയ്ക്കകത്ത് കയറിയിരുന്ന ഗുണ പറയുന്നതിൻ്റെ കൂട്ടൊന്നും അല്ല. ഇത് പട്ടികജാതിക്കാരൻ്റെ നേരെയൊക്കെ ചെല്ലാവുന്നതിരുണ്ടല്ലോ, നിൻ്റെ കുടുംബത്തെ ഒരെണ്ണം പോലും കാണത്തില്ല. അങ്ങനെ ഓർത്തിൻ്റെ നടക്കും. ഒറ്റയ്ക്കും പറ്റയ്ക്കുമൊക്കെ ഓരോ പട്ടികജാതിക്കാരനത്തെ എല്ലാവരും കൊല്ലാനും ഒക്കെ. പട്ടികജാതിക്കാരനൊക്കെ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ നീ കോണം പോലും കൊടുക്കാതെ ഓടും. അതാലോചിച്ച് വേണം പട്ടികജാതിക്കാരൻ്റെ പുറത്തേക്ക് നീ കയറാൻ. ഞാൻ പറഞ്ഞില്ലേ, മനുസ്മൃതി പറഞ്ഞിരിക്കുന്ന 140, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. 413 മനുസ്മൃതി എന്ന പുസ്തകത്തിനകത്ത് 413 ശ്ലോകവും 414 ശ്ലോകങ്ങളും ഈ രണ്ട് ഒരു ശൂദ്രനെ കുറിച്ച് അവന് ആരുടെ അടിമയായിരിക്കണമെന്നും അത് ബ്രാഹ്മണൻ എന്ത് തീരുമാനിക്കണമെന്നും ബ്രാഹ്മണൻ തീരുമാനിച്ച് എഴുതി വെച്ചിരിക്കുന്ന സാധനം. അതായത് ഒരു ശൂദ്രൻ, അതായത് എൻ്റെ കേരളത്തിൽ പറയുമ്പം നായർ സമുദായത്തിലെ ആൾക്കാർ പറയുന്ന ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ മനുസ്മൃതികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാരണം അത് ഇപ്പം കുറച്ച് നായർ സഹോദരങ്ങൾ അത് പിൻപറ്റി നടക്കുന്നുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിന്നും ആ അടിമത്തത്തിൽ നിന്ന് പിന്തിരിയാൻ അവർക്ക് ആഗ്രഹമില്ല. അത് അവരുടെ താല്പര്യത്തിൽ അവരത് നടന്നോട്ടെ. അതിനെ ഖണ്ഡിച്ച് കുറേ നായർ സമുദായത്തിലെ അംഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മന്നത്ത് പത്മനാഭൻ നവോത്ഥാന നായകനാണെന്നൊക്കെ പറയുന്നു. കാരണം ശരിയായിരുന്നു. മന്നത്ത് പത്മനാഭൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സമുദായം, അദ്ദേഹം ഉൾപ്പെടെ വരുന്ന ആ കാലത്ത് അദ്ദേഹം കൂടെ അനുഭവിച്ച ജാതി വർഗവൃതിയുടെ അനന്തര ഫലത്തിൽ ഉണ്ടായ നവോത്ഥാനമാണ്. നായന്മാരുടെ ഇടയിൽ ഉണ്ടായ നവോത്ഥാനമാണ്. അത് നായന്മാർക്ക് വേണ്ടി മാത്രമാണ് മന്നത്ത് പത്മനാഭൻ ഇവിടെ NSSും ആ നവോത്ഥാനവും ഉണ്ടാക്കിയത്. കാരണം ഇവിടുത്തെ പട്ടികജാതിക്കാരനും ദലിതനും ഒന്നുമല്ല മന്നത്ത് പത്മനാഭൻ നവോത്ഥാനം കൊണ്ടുവന്നത്. ഇവിടുത്തെ നിങ്ങളുടെ നായർ സമുദായത്തിന് വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനവും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്രാഹ്മണൻ്റെ കൊച്ചുങ്ങൾ സ്വന്തം തന്തയെന്ന് അപ്പനെന്ന് വിളിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിതൃത്വം എന്താണെന്ന് പോലും അറിയാത്ത, ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞതല്ല. ഞാൻ വേറൊരു കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി, സിനിമാ നടൻ നായരുടെ കുടുംബ പശ്ചാത്തലം വിളിച്ച് പറഞ്ഞ് അതിനെ ഉദ്ധരിച്ച് ഞാൻ പറയുകയാണ്. അപ്പം അങ്ങനെയൊക്കെ കഴിയുന്ന നായർ സമുദായത്തിലത്തെ ചില ആൾക്കാർക്ക് ഇന്നും ആ അനുഭവങ്ങളും ആചാരങ്ങളും ഒക്കെ കൊണ്ടു നടക്കാൻ താല്പര്യം കൂടുതലാണ്. അത് അവർ തന്നെ കൊണ്ടു നടന്നാൽ മതി. ഇവിടുത്തെ ഞാൻ വ്യക്തമായിട്ട് പറയാം, ABC മലയാളം ചാനൽ എന്ന് പറയുന്ന 2 വിവരദോഷികൾ രാമായണത്തിലെ കമ്പരാമായണം, ഈ ഓരോ പഞ്ചായത്തിലും ഓരോ രാമായണം വെച്ച ആൾക്കാരെ നിങ്ങൾ മതവിശ്വാസം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമുദായം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകടി ഉണ്ടാക്കും. സുഹൃത്തുക്കളെ, ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ഏകീകരണം ഉണ്ടാകണം. അങ്ങനെയാണ് നിങ്ങൾ മതവിദ്വേഷം ഉണ്ടാക്കാതെ
അവിടുത്തെ ദലിതനെ തല്ലിക്കൊല്ലും,